എന്താണെന്ന് ചോദിച്ചാൽ, ഇവിടുന്ന് പുറത്തു പോകുന്ന ഓരോ കുട്ടിയും നാളെ ഈ രാഷ്ട്രത്തിന് മുതൽക്കൂട്ടാവുന്ന കുട്ടിയായിരിക്കണം, സമൂഹത്തിന് ഉപകാരപ്പെടുന്ന കുട്ടിയായിരിക്കണം. ഇവിടുന്ന് വളർന്ന് എവിടെ വികസിച്ച് പോയാലും തൻ്റെ രാജ്യത്തെ, തൻ്റെ പ്രദേശത്തെ, തൻ്റെ സമൂഹത്തെ സ്നേഹിക്കാനും ബഹുമാനിക്കാനും സഹായിക്കാനും കഴിയുന്ന ഒരു സമൂഹമാക്കി മാറ്റിയെടുക്കണം. ഇതിൽ ഉറച്ചു നിന്നുകൊണ്ടാണ് കേരള പബ്ലിക് സ്കൂൾ മുന്നോട്ട് പോയത് എന്നതാണ് ഞാനിതിൽ മനസ്സിലാക്കിയ ഒരു വസ്തുത. കൂടുതൽ ഈ സ്ഥാപനം വളരട്ടെ, ഉയരട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ടും ആശിച്ചുകൊണ്ടും എൻ്റെ വാക്കുകൾ അവസാനിപ്പിക്കുന്നു. എല്ലാവർക്കും നന്ദി. അസ്സലാമു അലൈക്കും. ആശംസകൾ അർപ്പിച്ചുകൊണ്ട് പി.വി. ഇബ്രാഹിം സാഹിബ്, ജമാഅത്തെ ഇസ്ലാമി അരീക്കോട് ഏരിയ പ്രസിഡന്റ്, ആദരപൂർവ്വം ക്ഷണിക്കുന്നു. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാഹിൽ അമീൻ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ. ഈ ചടങ്ങിൻ്റെ ഉദ്ഘാടകൻ നമ്മുടെ പഞ്ചായത്ത് പ്രസിഡന്റ്, ഈ ചടങ്ങിൻ്റെ അധ്യക്ഷൻ കെ.വി. അബ്ദുള്ള ഹസൻ ഉൾപ്പെടെയുള്ള വേദിയിലും സദസ്സിലുമുള്ള നേതാക്കളെ, കൊച്ചുകുട്ടികളെ, രക്ഷിതാക്കളെ, സമയം വളരെ പരിമിതമാണ്. ഞാനൊരൊറ്റ മെസ്സേജ് നൽകുന്ന ഒരു ചെറിയ കൊച്ചു സംഭവം. നമ്മുടെ മുൻ സ്പീക്കർ കെ രാധാകൃഷ്ണൻ അദ്ദേഹം പങ്കുവെച്ച ഒരു കാര്യം നിങ്ങളുടെ ശ്രദ്ധയിൽപ്പെട്ടിട്ടാണ്. അദ്ദേഹം പഠിക്കുന്ന കാലത്ത് അദ്ദേഹത്തിൻ്റെ സ്കൂളിൽ ബാക്ക് ബെഞ്ചിലിരിക്കുന്ന കുറേ കുട്ടികളുണ്ട്. സാധാരണ എല്ലാ അധ്യാപകരും വളരെ കാലങ്ങളായി ആചരിച്ചു പോരുന്ന മുന്നിൽ ബെഞ്ചിലിരിക്കുന്ന സ്മാർട്ടായിട്ടുള്ള കുട്ടികളോടാണ് ചോദ്യം ചോദിക്കുക, അവരെയാണ് സാധാരണ ഇഷ്ടപ്പെടാറ്. പക്ഷേ ഒരു കണക്കിൻ്റെ അധ്യാപകൻ വന്നിട്ട് ഒരു ദിവസം ബാക്ക് ബെഞ്ചിലിരിക്കുന്ന കുട്ടികളോട് ചോദ്യം ചോദിക്കാൻ തീരുമാനിക്കുകയും അങ്ങനെ ചോദ്യം ആ കുട്ടി, ഒന്നാമത്തെ കുട്ടിയോട് ചോദിച്ചു. വളരെ സിമ്പിൾ ചോദ്യമാണ്. ചോദ്യം ഇതായിരുന്നു: ഒരു ആടിന് 200 രൂപയാണ് വില എങ്കിൽ 5 ആടുകൾക്ക് എത്രയാകുന്ന? ഇതാ ചോദ്യം. ഒരു കുട്ടി, ബാക്ക് ബെഞ്ചിലുള്ള ഒരു കുട്ടി ചാടി എഴുന്നേറ്റ് പറഞ്ഞു 5000 രൂപ ആവുന്നത്. മാസ്റ്റർ ഒന്നും കാണിക്കാതെ കുട്ടിയോട് ഇരിക്കാൻ പറഞ്ഞു. തൊട്ടടുത്തിരിക്കുന്ന രണ്ടാമത്തെ കുട്ടിയോട് ചോദിച്ചു, ഇതേ ചോദ്യം ആവർത്തിച്ചു. അപ്പോൾ ആ കുട്ടി പറഞ്ഞു 800 രൂപ ആകുന്നു. 5 ആടിന്, ഒരാടിന് 200 രൂപയാണെങ്കിൽ 5 ആടിന് 800 രൂപയാണ്. അപ്പോൾ മാസ്റ്റർ സ്വന്തം തീരുമാനിച്ചു, ഏതായാലും ഇവരോട് ചോദിച്ചിട്ട് കാര്യമല്ല, അതുകൊണ്ട് ഇനി മുന്നിലുള്ള കുട്ടികളോട്, സ്മാർട്ടായി എന്ന് നമ്മൾ കരുതപ്പെടുന്ന കുട്ടികളോട് ആ ചോദ്യം ആവർത്തിക്കാമെന്ന് ചോദിക്കാൻ തുനിഞ്ഞപ്പോൾ മൂന്നാമതായിരിക്കുന്ന കുട്ടി എഴുന്നേറ്റ് നിന്ന് പറഞ്ഞു, മാഷേ, ഇന്ത്യക്ക് സ്വാതന്ത്ര്യം ലഭിച്ചത് എന്നാണ്? 1947. അതിനുശേഷം ഉണ്ടായ ഒരു വലിയ സംഗതി ഉണ്ടല്ലോ. അപ്പം കൺഫ്യൂഷനായി, എന്താണെന്നുള്ളത്. അപ്പോൾ ബാ എന്നൊക്കെ പറഞ്ഞപ്പോൾ ഭരണഘടന എന്ന് തീരുമാനിച്ചു. ഭരണഘടനയാണത്, 1900 സ്വാതന്ത്ര്യത്തിന് ശേഷമുള്ള. അപ്പോൾ ആ ഭരണഘടനയിൽ ഒരു വാക്കുണ്ട്. അതെന്താ? ഇക്വാലിറ്റി, സമത്വം. ഈ സമത്വം എനിക്ക് ഇവിടെ ബാധകമല്ലേ, ഇത് നിങ്ങൾ ഭരണഘടനയോട് ചെയ്യുന്ന തെറ്റാണ് എന്ന് ആ കുട്ടി ചൂണ്ടിക്കാണിച്ചപ്പോൾ ആ അധ്യാപകൻ അത് മനസ്സിലാക്കുകയും എല്ലാ കുട്ടികൾക്കും എല്ലാവരോടും ഇക്വാലിറ്റി, തുല്യത എന്നുള്ളത് നമ്മളുടെ ഭരണഘടനയിലെ നമുക്ക് ലഭിച്ച ആനുകൂല്യം, പ്രിവിലേജാണ്. അങ്ങനെ ഈ കുട്ടിയോട് ചോദിച്ചപ്പോൾ, ഈ ചോദ്യം ആവർത്തിച്ചപ്പോൾ കുട്ടി പറഞ്ഞു, എന്താ മറുപടി അറിഞ്ഞോ? സാറേ, ഈ 5 ആടുകളും ഒരേപോലത്തെ ആടുകളായിരിക്കണം എന്നില്ല. നിങ്ങൾ എൻ്റെ മുമ്പിലേക്ക് ഈ 5 ആടുകളെയും കൊണ്ടുവരിക, എന്നിട്ട് ഞാൻ അതിന് കൃത്യമായ വില പറഞ്ഞു തരാമെന്ന് പറഞ്ഞു. അതല്ലേ ശരി? കാരണം 5 ആട് എന്ന് പറയുമ്പോൾ ഏതാട്, എങ്ങനെ ആട് നമുക്കറിയില്ല. അപ്പം ഇത് ഞാൻ പറഞ്ഞു വരുന്ന ഒരൊറ്റ പോയിൻ്റാണ്. നമ്മൾ സ്മാർട്ടല്ല, അല്ലെങ്കിൽ സമൂഹത്തിന് ഗുണപരമല്ലാത്ത ആളുകളാണ് എന്ന് പറയപ്പെടുന്ന ഒരു വിഭാഗം നമ്മളുടെ സ്കൂളുകളിലോ നമ്മളുടെ സമൂഹങ്ങളിലോ സൃഷ്ടിക്കപ്പെടുന്നു എങ്കിൽ അവർ മറ്റു രംഗങ്ങളിൽ മികച്ച കഴിവുള്ളവരും ഒരു പക്ഷേ ഈ പഠിച്ച കുട്ടികളെക്കാൾ മുന്നിൽ അല്ലെങ്കിൽ ഉന്നത സ്ഥാനീയരുമായി ആകുന്ന അവസ്ഥ ധാരാളം കാണാനുണ്ട്. അപ്പം നമ്മൾ അവരെ ഒരു കാരണവശാലും
മാറ്റി നിർത്തുകയോ അകറ്റി നിർത്തുകയോ വേർതിരിച്ച് നിർത്തുകയോ ചെയ്യാൻ പാടില്ല എന്നുള്ള ഒരൊറ്റ സന്ദേശം പറയാൻ വേണ്ടി മാത്രമാണ് ഞാനിത് ഇവിടെ ഉദ്ധരിച്ചത്. എല്ലാവർക്കും ജമാഅത്തെ ഇസ്ലാമി അരീക്കോട് ഏരിയയുടെ ആശംസകളും ഭാവുങ്ങളും നേർന്നുകൊണ്ട് ഞാൻ അവസാനിപ്പിക്കുന്നു. അസ്സലാമു അലൈക്കും. ആദരിക്കൽ ചടങ്ങാണ്. നമ്മുടെ ബഹുമാന്യരായ നമ്മുടെ അതിഥികൾ ആണ് ആദരവ് നൽകുന്നത്. അപ്പോൾ ആദരവ് കൊടുക്കാൻ വേണ്ടി കുറേ കുട്ടികളുണ്ട്, അതിനെ നേരത്തെ ക്ഷണിച്ചിട്ടുണ്ട്. അവരെല്ലാവരും ഇങ്ങോട്ട് വരണമെന്ന് പ്രത്യേകം അറിയിക്കാം. Hina T, daughter of Jasir T, Amina Ranna KK, daughter of Habib Rahman, Faris daughter of Sadiq and Sumayya, please come.